മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 14-ാം വാർഡ് തകർന്നു വീണ സംഭവത്തിൽ ഒരു സ്ത്രീയെ കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. തലോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിനെയാണ് കാണാതായതെന്ന് ഭർത്താവ് വിശ്രുതൻ അറിയിക്കുകയും ചെയ്തു. എന്നാൽ തകർന്നു വീണ വാർഡിന് സമീപത്തെ കുളിമുറിയിലേക്കാണ് ബിന്ദു പോയതെന്നാണ് വിവരങ്ങൾ ലഭിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അപകടം നടന്നത്. ദമ്പതികളുടെ മകൾ ട്രോമാ കെയറിൽ ചികിത്സയിലായിരുന്നതിനാലാണ് ഇവർ മെഡിക്കൽ കോളേജിലെത്തിയത്. അപകട വിവരം അറിഞ്ഞ് പോലീസും അഗ്നിരക്ഷാസേനയും ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. കെട്ടിടത്തിനിടയിൽ ഉണ്ടായിരുന്ന 3 പേരെ ഇതിനോടകം രക്ഷപ്പെടുത്തുകയുണ്ടായി. ശുചിമുറികൾ സ്ഥിതി ചെയ്തിരുന്ന ഭാഗമാണ് തകർന്നു വീണതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. രക്ഷപ്പെടുത്തിയവരിൽ സാരമില്ലാത്ത പരിക്കുകളോടെ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി VN വാസവനും അപകട സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി. ഏറെ പഴക്കമുള്ള 3 നില കെട്ടിടമാണ് തകർന്നു വീണത്. ഓർത്തോപീഡിക് സർജറി വിഭാഗം പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം നിലവിൽ ഉപയോഗത്തിലില്ലായിരുന്നെന്നും സാധനങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടമായിരുന്നു ഇതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായെന്നും അവിടേക്ക് മാറാനുള്ള നടപടികൾ നടന്നു വരികയായിരുന്നുവെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. കൂടുതൽ ആളുകൾ സ്ഥലത്തില്ലായിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാണാതായ ബിന്ദു മരിച്ചുവെന്ന് സ്ഥിരീകരിച്ച രീതിയിലെ വാർത്തകൾ പുറത്തുവരികയുമുണ്ടായി.